കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ പ്രജകളും തങ്ങളുടെ നഗരത്തിൽ ചെന്ന് പേരെഴുതിക്കണം. അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷ. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേരെഴുതി ചേർക്കണമെന്ന ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ബേത്ലഹേം, നിന്നെ കുറിച്ചുള്ള വചനം പെട്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. യാത്രയായി. അമ്മേ, ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമായിട്ടോ, ഞങ്ങൾക്ക് അല്പം ഇടം തരണമേ. ഇല്ലില്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ഇവിടെ ഒരു മുറിയും ലഭിക്കില്ല. എന്റെ ദൈവമേ, എനിക്ക് ഒരടി പോലും നടക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മുറികളൊന്നും ഇല്ലെന്ന്? ദയവായി ഞങ്ങളെ ഒന്ന് പരിഗണിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ സത്രങ്ങളെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ മുറികൾ അന്വേഷിക്കുന്നതോ ദൂരയാത്ര ചെയ്യുന്നതോ നല്ലതല്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, പക്ഷേ മുറിയില്ല. നിങ്ങൾ കാണുന്നില്ലേ, അവിടെ കാലത്തെടുത്താണ്. തൽക്കാലം നിങ്ങൾ അത് ഉപയോഗിച്ചുകൊള്ളൂ. ഭയപ്പെടേണ്ട, ഇതാ സകലജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നിൽ വന്നു. രാജാതിരാജന്റെ